ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കൊറോണയുടെ ടൈമാണ്. എല്ലാവരും വീട്ടിലിരിക്കുകയാണ് വേണ്ടത്. ഈ ഒരു വൈറസ് വ്യാപിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ കൊറോണയെ തുരത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരുപാട് വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട്. പലരും വരയ്ക്കുന്ന ആളുകളാണ്, ചിത്രം വരയ്ക്കാറുണ്ട്, പാട്ട് പാടാറുണ്ട്, അങ്ങനെ ഒരുപാട് വിനോദങ്ങൾ നമ്മൾ ഏർപ്പെടാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയുമായി വന്നിരിക്കുന്നത്, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്, ദീർഘദൂര യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് എനർജി കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാനും കൈകാര്യം ചെയ്യാനും പറ്റുന്ന സാധനം എന്നുള്ള നിലയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഉണക്കമുന്തിരി എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ട് നമുക്ക് മികച്ച രീതിയിൽ നമുക്ക് ഈ ഉണക്കമുന്തിരി നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഞാൻ ഈ ഉണക്കമുന്തിരി എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുക എന്ന് നമുക്ക് ഈ വീഡിയോയിലോട്ട് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം മുന്തിരി എടുക്കുക, എന്നിട്ട് അത് ഓരോന്നായിട്ട് ഇതുപോലെ കുതിർത്തിടുക. ഇതെടുക്കുന്ന സമയത്ത് നമ്മൾ പൊട്ടിപ്പോകാതെ വളരെ സൂക്ഷിച്ച് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഓരോന്നായിട്ട് നമ്മൾ പതുക്കെ കുതിർത്ത് ഇടണം. ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് ഏകദേശം 1 കിലോ മുന്തിരിയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും മുന്തിരി വാങ്ങി ഉപയോഗിക്കാം. ഇതിപ്പം ബ്ലാക്കാണ്. അപ്പോൾ കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ ഗ്രേപ്പും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. രണ്ടും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ അത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മുഴുവൻ മുന്തിരിയും ഉതിർത്തിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് കഴുകണം. കാരണം കടയിൽ നിന്ന് വാങ്ങുന്ന മുന്തിരി നമുക്കറിയാം ഒരുപാട് കീടനാശിനി തളിക്കുന്ന മുന്തിരിയാണ്. ഇതിൻ്റെ പുറത്തൊക്കെ നമുക്ക് കാണാം വെളുത്ത പൊടികൾ നമുക്ക് കാണാം. അത് പൂർണ്ണമായും നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ആദ്യം സുർക്ക ഉപയോഗിച്ച് നമുക്ക് നന്നായി കഴുകാം. ഇത് നമ്മൾ ഈ ട്രെയിലെടുത്ത വെള്ളത്തിലേക്ക് മുന്തിരി പൂർണ്ണമായും അതിനകത്തേക്ക് ഇടുക. അപ്പോൾ അതിനുശേഷം നമുക്ക് സുർക്ക എടുക്കാം. 1 2 അല്ലെങ്കിൽ 3 ചെറിയ അടപ്പിലായിട്ട് നമുക്ക് സുർക്ക അതിനകത്തേക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിക്കാം. പിന്നെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ 1 2 3 തവണ ആവർത്തിക്കണം. നമ്മൾ വീണ്ടും വെള്ളം എടുത്തിട്ട് ഒന്നുകൂടി കഴുകി വീണ്ടും ഇങ്ങനെ മാറ്റി വെക്കുക. അപ്പോൾ 2 3 തവണ ഇത് കഴുകി കഴിയുന്ന സമയത്ത് ഇത് ഏകദേശം ഏറെക്കുറെ ഇത് ക്ലീൻ ആവും. അപ്പോൾ പറ്റുമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കീടനാശിനിയുടെ അംശം നമുക്ക് പരമാവധി ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഒരു 5 10 മിനിറ്റ് നമ്മൾ വെക്കണം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ 5 10 മിനിറ്റ് വെച്ചതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ കഴുകി മാറ്റിയെടുക്കാം. അവസാനമായി നമ്മൾ കഴുകുന്ന സമയത്ത് നല്ല റണ്ണിങ് വാട്ടറിൽ കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഏകദേശം പരമാവധി അതിനകത്തുള്ള കീടനാശിനികളും പൊടികളും ഒക്കെ നശിച്ചു പോകും. എന്നിട്ട് അവസാനം നമ്മൾ ഇത് പൂർണ്ണമായും ഇങ്ങനെ കഴുകിയതിന് ശേഷം നമ്മൾ എടുത്തു വെക്കുക. മുന്തിരി എടുത്തതിന് ശേഷം കഴുകി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അടുപ്പിൽ വെക്കുക. വെള്ളം ചൂടാക്കുക. വെള്ളം ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി തയ്യാറാക്കി വെച്ച മുന്തിരി അതിനകത്തേക്ക് ഇടുക. വെള്ളം നമ്മൾ ഓവറായിട്ട് ചൂടാകാൻ പാടില്ല. ഓവറായി ചൂടായി കഴിഞ്ഞാൽ മുന്തിരി പൊട്ടാൻ സാധ്യതയുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഈസ്റ്റ് അതിനകത്തേക്ക് ഇടുക. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായി ഇളക്കണം. മുന്തിരിയുടെ വെള്ളം നമ്മൾ ഒഴിവാക്കാൻ പോവുകയാണ്. ചൂടാക്കിയ മുന്തിരിയുടെ ആ ഒരു വെള്ളം നമ്മൾ ഒഴിവാക്കുന്നു. ടിഷ്യൂ പേപ്പർ വെച്ച ട്രേയിലേക്ക് നമ്മൾ മുന്തിരി നന്നായി വിതറിയിടുക.
കാരണം ഈ ടിഷ്യൂ പേപ്പർ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിനകത്തുള്ള ഈർപ്പം ഈ ഒരു ടിഷ്യൂ പേപ്പർ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും. അതിനു കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്, അതായത് ഈ മുന്തിരിയൊക്കെ ഇതുപോലെ കഴുകി ഇത്രയും നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നത് പോലെ ഈ അതിൻ്റെ കെമിക്കലൊക്കെ കളഞ്ഞിട്ടൊക്കെ കിട്ടുന്നതായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ മികച്ച ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു മുന്തിരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ചെറിയ അളവിന് തന്നെ നമ്മൾ കുറച്ച് ഗ്രാമിന് തന്നെ നല്ല പൈസ കൊടുക്കേണ്ടി വരും. നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ട്രേയിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ടിഷ്യൂ പേപ്പർ എടുക്കുക. എന്നിട്ട് ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിൽ വെക്കുക. ഇതിൽ ഈച്ചയും മറ്റൊന്നും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി തടയും. പിന്നെ കിളികളൊക്കെ വന്ന് നമ്മൾ ഉണക്കാൻ വെക്കുന്ന സമയത്ത് കിളികളൊക്കെ വന്ന് കൊത്താനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നമുക്കിത് മൂടി വെക്കാം. ടിഷ്യൂ പേപ്പർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതായത് കാറിലൊക്കെ യൂസ് ചെയ്യുന്ന ടിഷ്യൂ പേപ്പർ വാങ്ങരുത്. കാരണം അതിന് നമ്മൾ ചെറിയ നല്ല പൈസ കൊടുക്കണം. ഇതൊരു 20 രൂപ കൊടുത്താൽ ഇത്രയും വലിയൊരു ഇത് കിട്ടും വാങ്ങാൻ. അപ്പോൾ നമ്മുടെ മുന്തിരി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണക്കാൻ വെക്കണം. ഇവിടെ നല്ല വെയിലുള്ള സ്ഥലമാണ്. നമ്മൾ വെയിലുള്ള സ്ഥലത്താണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്തിരി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 6 ദിവസമായി. ഞാനിത് എല്ലാ ദിവസവും വന്ന് നോക്കും. 3 ദിവസം കൊണ്ട് റെഡിയാവുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ റെഡിയായില്ല. ഇപ്പോൾ 6ാമത്തെ ദിവസമാണ്. നമുക്ക് എടുത്തു നോക്കാം എങ്ങനെയുണ്ട്. നന്നായി ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിലും കുറച്ചുകൂടി ഉണങ്ങണം. എത്ര ഉണങ്ങുന്നോ അതിനനുസരിച്ച് അതിൻ്റെ രുചിയും കൂടും. അതിൻ്റെ രുചി കൂടും. അപ്പോൾ നമ്മൾ വെച്ച് എടുക്കുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ. വെക്കുന്ന സമയത്ത് ഒരുപാടുള്ളത് പോലെ തോന്നും. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ചെറിയൊരു പ്രോസസ്സ് കൂടി ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും അവസാനത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുന്തിരി എടുക്കുക. അതിന് നല്ല മനോഹരമായൊരു കുപ്പിയോ എന്തെങ്കിലും ബോട്ടിലോ കാര്യങ്ങൾ എടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ, മുഴുവൻ വേണമെന്നില്ല, 1/2 ടീസ്പൂണ് ഒലീവ് ഓയിൽ എടുക്കുക. 1/2 ടീസ്പൂണ് ഒലീവ് ഓയിലാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ കുപ്പിയിലേക്ക് ജസ്റ്റ് ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഈ ഒരു മുന്തിരി ഇതിനകത്ത് ഇടുകയാണ്. അപ്പോൾ മുന്തിരിയുടെ എണ്ണത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ കുപ്പിയുടെ വലിപ്പം കൂട്ടാം. ചെറിയ കുപ്പിയാണ് ഞാൻ എടുത്തത്. മുഴുവൻ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല. എന്നിട്ട് കുറച്ചുകൂടി വലിയ ബോട്ടിൽ വേണം. നല്ലോണം ഷെയ്ക്ക് ചെയ്യുക. നന്നായി ഷെയ്ക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒലീവ് ഓയിൽ എടുക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കൂടാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ പ്രത്യേക രുചി വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പാടില്ല. നന്നായി ഷെയ്ക്ക് ചെയ്യുക. നന്നായി ഷെയ്ക്ക് ചെയ്താൽ മാത്രമേ ഈ ഒലീവ് ഓയിൽ ഈ ഒരു മുന്തിരിൻ്റെ എല്ലാ ഭാഗങ്ങളും പിടിക്കും. നമുക്ക് തുറന്നു നോക്കാം. ഞാനുണ്ട് വലിയൊരു കാഴ്ച നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരി, ഉണക്ക മുന്തിരി ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അങ്ങോട്ട് വാ, ടെസ്റ്റ് ചെയ്യാനുള്ള ആൾ വരുന്നുണ്ട്. വാ വാ, ഒരു സാധനം തരാം. എന്നിട്ട് നോക്ക്. എന്താടാ അങ്ങോട്ടൊക്കെ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാ. സൂപ്പറായിക്കാ? സൂപ്പർ. ഞാൻ ഭീഷണി പറിച്ച് പറയാൻ പോലെ ആയി പറഞ്ഞത്. എങ്ങനെയുണ്ട്? സത്യം പറ. ടേസ്റ്റ് ഉണ്ട്. അടിപൊളി.
ടെസ്റ്റ് ചെയ്ത ആൾ അടിപൊളിയായിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് വീട്ടിൽ പോയിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ചെയ്തു നോക്കാം. എന്തായാലും വിജയിക്കും. വലിയ പണിയൊന്നുമില്ല. കാരണം ഇതെടുത്തിട്ട് ജസ്റ്റ് ഉണക്കാൻ വെക്കുന്നിടത്ത് രാവിലെ വൈകിട്ട് എടുത്ത് മാറ്റി വെക്കേണ്ട പണിയാണ് നമുക്ക് വരുന്നുള്ളൂ. ഏകദേശം ഒരു 6-7 ദിവസം നമ്മൾ ഇത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ 6 ദിവസം കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഉണക്കമുന്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് യാത്രകളിലും മറ്റും വീട്ടിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. നല്ലൊരു പോഷകസമൃദ്ധമായ ഒരു ഫുഡാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഫ്രണ്ട്സ്, ബൈ.